റിപ്പോർട്ടർ ബിഗ് ഇലക്ഷൻ ഇംപാക്ട്. പാലക്കാട്ടെ വ്യാജ വോട്ട് പരാതിയിൽ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇരട്ട വോട്ട് തടയാൻ പ്രത്യേക പട്ടിക തയ്യാറാക്കി പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൈമാറും. പട്ടികയിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക മാനദണ്ഡങ്ങൾ തയ്യാറാക്കും. മറ്റ് മണ്ഡലത്തിലെ വോട്ട് മറച്ചുവെച്ച് വോട്ട് ചെയ്യാനെത്തിയാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര എസ് പറഞ്ഞു. അതേസമയം വ്യാജ വോട്ടിനെതിരെ കളക്ടറേറ്റിലേക്ക് LDFന്റെ പ്രതിഷേധ മാർച്ച് നടത്തി. അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട്. അഷ്കർ, നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്താൻ ഒരു തരത്തിലുള്ള വ്യാജ വോട്ടുകളും ഈ അവസാന നിമിഷം സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? അഷ്കർ, റോഷിനി, റിപ്പോർട്ടർ പുറത്തുകൊണ്ടുവന്ന വാർത്തയിൽ വലിയൊരു ഇടപെടലാണ് ഇപ്പോൾ സത്യത്തിൽ ജില്ലാ ഭരണകൂടം നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ, പാലക്കാട് ജില്ലാ കളക്ടർ ചിത്ര വ്യക്തമാക്കിയതനുസരിച്ച് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ചെയ്തിരിക്കുന്ന ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. അഥവാ AST ലിസ്റ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഈ AST എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ചെയ്ത വോട്ടുകളും അതുപോലെ തന്നെ ആബ്സെൻ്റ് ആയിട്ടുള്ള വോട്ടുകളും ഡെത്ത് ആയിട്ടുള്ള ആളുകളുടെ വോട്ടുകളും, ഇത്തരത്തിൽ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ AST ലിസ്റ്റ് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം അറിയിക്കുന്നത് ഈ ഷിഫ്റ്റഡ് വോട്ടുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ റിപ്പോർട്ടിൽ തന്നെ പുറത്തു കൊണ്ടുവന്ന വാർത്ത എന്ന് പറയുന്നത് മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിൽപ്പെട്ട വോട്ടർമാരുടെ വോട്ടുകളടക്കം അത് വ്യാപകമായി ക്രമക്കേട് നടത്തിക്കൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകളാണ്, തെളിവ് സഹിതം നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. സമാനമായ രീതിയിൽ തന്നെ ഒരു ബൂത്തിൽ തന്നെ 10ഉം 13ഉം ഒക്കെ ഇരട്ട വോട്ടുകളും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇത്തരത്തിലുള്ള വോട്ടർമാരൊക്കെ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ 3 പരാതികളാണ് CPM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണാധികാരിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്നത്. ഈ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നേരത്തെ ലഭിച്ച പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാജ വോട്ടുകൾ ഒഴിവാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. പ്രത്യേകമായ ശ്രദ്ധ അവർ അതിൽ ചെലുത്തുന്നു എന്ന് കൂടിയാണ് അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്.